ശുശ്രൂഷസേ യദി വജശൃണുമാമകീനം പൂർവൈരപൂർവകവിഭിന്നകടാക്ഷിതം യത് നീരാജനക്രമധുരാം ഭവദാനനേന്ദോർനിർവ്യാജമർഹതി ചിരായ ശശിപ്രദീപഃ. കവി പറയുകയാണ് ഭഗവാനോട്, അവിടുന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കേൾക്കൂ. ഇത് പണ്ടത്തെ മഹാകവികളാരും ശ്രദ്ധിക്കപ്പെട്ട കാര്യമല്ല തന്നെ. അവിടുത്തെ മുഖമാണ് യഥാർത്ഥ ചന്ദ്രൻ. ഒരു ചന്ദ്രൻ ദിവസവും ഉദിച്ച് അസ്തമിക്കുന്നുണ്ടല്ലോ, അത് ചന്ദ്രനല്ല. അത് ജഗദംബിക അവിടുത്തെ മുഖചന്ദ്രൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സന്ധ്യത്തിരി നനച്ചു കൊളുത്തി ഒഴിയുന്ന തിരിയൊഴിച്ചിലാണെന്ന്. അവിടുത്തെ രക്ഷയ്ക്കായി ചെയ്യുന്ന നീരാജനമാണത്. അതായത് ചന്ദ്രൻ്റെ പ്രഭ അങ്ങയുടെ മുഖചന്ദ്രൻ്റെ കാന്തിക്കു മുന്നിൽ ഒന്നുമല്ലെന്നും ആ ചന്ദ്രൻ അവിടുത്തേക്ക് നീരാജനമായി മാറി ഒഴിയാൻ മാത്രം അർഹതയുള്ളവനാണ് എന്നും കവി പറയുന്നു. ഭഗവാനെ, ലോകമൊക്കെ കണ്ടു കൊതിക്കുകയും വണങ്ങുകയും ചെയ്യുന്ന അങ്ങയുടെ മുഖാരവിന്ദം ആലോചിക്കുന്ന മാത്രയിൽ തന്നെ ഉള്ളിൽ നിറയണേ കണ്ണ. ഭഗവാനെ നാരായണ, ആ കാന്തി കൊണ്ട് എൻ്റെ ഹൃദയഭിത്തികൾ പ്രകാശം നിറഞ്ഞതാവണേ. ജന്മജന്മാന്തരങ്ങളായി അവയിൽ ചേർന്ന് നിന്ന സകല ദുഃഖ ദുരിതങ്ങളും അങ്ങയുടെ മുഖകാന്തിയാൽ അകന്നു പോകണേ. ശുദ്ധമായ നദീജലത്തിൽ ചന്ദ്രബിംബം തെളിഞ്ഞു കാണും പോലെ എൻ്റെ ഹൃദയ പത്മതീർത്ഥത്തിൽ നാരായണ അങ്ങയുടെ തിരുമുഖം സദാ വിളങ്ങണേ. ഒരു അലകളോ തിരകളോ ചുഴികളോ ഒരു കുഞ്ഞു കാറ്റോ പോലും വന്ന് അത് ഇളക്കാതെ ഇരിക്കട്ടെ. കനിഞ്ഞാലും നാരായണ.